അതുമില്ലാതെ രാവിലെ 5 മണിക്ക് ഉറക്കണിച്ചപ്പോൾ തിരിഞ്ഞ് കിടന്ന് ഉറങ്ങാൻ നിന്നില്ല. നേരെ കൂട്ടുകാരനെ വിളിച്ചെണീപ്പിച്ച് അവൻ്റെ വണ്ടി എടുത്തിട്ട് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാം, ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് ഇങ്ങനെ പോകുന്ന വഴിക്ക് കൊട്ടാരക്കര ടൗണും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റി. മഴ പെയ്തതിൻ്റെ ഒരു സൗന്ദര്യം എനിക്കവിടെ ഫീൽ ചെയ്യാൻ പറ്റി. അടിപൊളിയായിരുന്നു. സാധാരണ 5 മണിക്കൊക്കെ കാലിനടെ കൈ വെച്ച് തിരിഞ്ഞ് കിടന്ന് ഉറങ്ങാറാണ് പതിവ്. ഇത് വ്യത്യസ്തമായൊരു അനുഭൂതിയായി തോന്നി. പ്രത്യേകിച്ച് ജോലി കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ടും നേരെ മനോഹരമായ കാഴ്ചകളിൽ നീങ്ങുമ്പോഴാണ് മഴച്ചാറ്റിൽ വന്നത്. എങ്ങനെയായാലും യാത്ര നിർത്താൻ താല്പര്യമില്ലായിരുന്നു. എങ്ങനെയൊരു കാറ് സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞ് നേരെ അടൂരേക്ക് വെച്ച് പിടിച്ചു. അടൂർ ഞങ്ങൾക്ക് പരിചയമുള്ള ആളുടെ കാർ എടുത്ത് അയാളെയും കൂട്ടി അയാളുടെ വയസ്സിൽ എണ്ണയടിപ്പിച്ച് ഞങ്ങൾ നേരെ വീണ്ടും യാത്ര തുടർന്നു. ഒരു 6 മണി 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും റോഡിലേക്ക് ആളുകൾ പെട്ടു, ചായ കുടിക്കാൻ ആളുകളും എല്ലാമായിട്ട് സെറ്റപ്പായി തുടങ്ങി. എന്നാലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 7:30 മണിയോടുകൂടി ട്രാഫിക് ബ്ലോക്കൊക്കെ കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഓടി എറണാകുളത്ത് താണ്ടി ഹോട്ടലിൽ വന്ന് താണ്ടെ രാവിലത്തെ ഇടിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നു.